7 ഘട്ടങ്ങളായുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം 20 സീറ്റുകൾ കേരളത്തിൻ്റെ 20 സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് ഒറ്റയടിക്ക് 26-ന് നടക്കുകയാണ്. ഇതോടൊപ്പം രാജ്യത്ത് രണ്ടാം ഘട്ടത്തിൽ മൊത്തം 89 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 102 സീറ്റുകളായിരുന്നു. രണ്ടാം ഘട്ടം 89 സീറ്റുകൾ. അത് 13 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത്രയും സീറ്റുകളിലേക്ക് മത്സരം നടക്കുന്ന, കേരളത്തിലെ 20 സീറ്റുകൾ ഉൾപ്പെടെ. 2019 ഈ 89 സീറ്റുകളിലെ ഒരു ടാലി ഏതൊക്കെ പാർട്ടി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ 2019 BJP നയിക്കുന്ന NDA, BJP പ്ലസ് NDA മറ്റു കക്ഷികൾ 60 സീറ്റിൽ ജയിച്ചു. കോൺഗ്രസ് 18 സീറ്റിലും ജയിച്ചു. മറ്റുള്ളവർ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ മറ്റുള്ളവർ 11 സീറ്റിൽ. അപ്പോൾ NDA BJP 60, കോൺഗ്രസ് 18, മറ്റുള്ളവർ 11. അങ്ങനെയാണ് 89 സീറ്റിൻ്റെ റിസൾട്ട് 2019. അവിടേക്കാണ് രണ്ടാം ഘട്ടം ഇലക്ഷൻ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ 20 സീറ്റ്, കർണാടകയിലെ 14 സീറ്റ് വരുന്നു. രാജസ്ഥാനിലെ ബാക്കിയുള്ള 12 ആദ്യഘട്ടം ഇലക്ഷൻ നടന്നു 25 സീറ്റുകളിൽ. ബാക്കി 13-ലും 26-ന് ഇലക്ഷൻ നടക്കുകയാണ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ 2, 3, 4 സീറ്റുകൾ ബീഹാർ, മഹാരാഷ്ട്ര, UP അങ്ങനെയുള്ള ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ രാജസ്ഥാനിലെ വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അവിടെ BJPക്ക് പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ അതിനുശേഷം ഉണ്ടായിട്ടുള്ളൊരു വിലയിരുത്തൽ. ഈ രണ്ടാം ഘട്ടം കൂടെ അവിടെ തീരുമ്പോഴും അവിടെ BJPക്ക് ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നു എന്നുള്ളത്. ഞങ്ങൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ വടക്കേന്ത്യയിൽ നിന്നും കഴിഞ്ഞ തവണ BJP കിട്ടിയ സീറ്റുകൾ ഇത്തവണ കിട്ടില്ല, കുറയുകയുള്ളൂ, കൂടാൻ പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. കാരണം ഈ 2019 വടക്കേ ഇന്ത്യയിലെ പശു ബെൽറ്റിൽ അല്ലെ ഗോ ബെൽറ്റിൽ BJPയുടെ സാച്ചുറേഷനായിരുന്നു. BJPക്ക് നേടാവുന്ന എല്ലാ സീറ്റുകളും നേടി. UP, ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത് എല്ലാം തൂത്തുവാരി. അങ്ങനെയാണ് ഇത്രയും 303 സീറ്റുകളിലേക്ക് എത്തിയത് BJP. അപ്പോൾ ഇനിയിപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്ന് സാച്ചുറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒപ്റ്റിമം എന്ന് പറയില്ലേ, ഒരാളുടെ ഒരു പാർട്ടി അല്ല ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒപ്റ്റിമൽ ലെവൽ, അത് നേടിക്കഴിഞ്ഞു വടക്കേ ഇന്ത്യയിലെ BJP. ഇനി അവിടുന്ന് സീറ്റുകൾ കൂടാൻ യാതൊരു നിവൃത്തിയില്ല, സീറ്റുകൾ കുറയുകയുള്ളൂ. അതായത് 2014-ലെയും 2019-ലെയും അനുകൂല സാഹചര്യം നരേന്ദ്രമോദിക്കും BJPക്കും 2024 ഇല്ല എന്നതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ സീറ്റുകൾ കുറയുമെന്നുള്ള പൊതുവിലയിരുത്തൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഞങ്ങളും മുൻ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം സീറ്റ് കൂട്ടണമെങ്കിൽ എവിടെ നിന്ന് സീറ്റ് കിട്ടണം? തെക്കേ ഇന്ത്യയിൽ നിന്ന് കിട്ടണം. അത് ആദ്യഘട്ടത്തിൽ 102 നടന്ന തമിഴ്നാട് ഉള്ളിടത്തു നിന്നുള്ള പ്രതീക്ഷകൾ BJP ക്യാമ്പിനെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വലിയ പ്രതീക്ഷ ഇല്ല എന്നാണ് ഇൻസൈഡേഴ്സ്, BJPയുടെ ഇൻസൈഡേഴ്സ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം. അവിടെയാണ് ഈ രാജസ്ഥാനിലെ 13, കർണാടകയിലെ 14, കേരളത്തിലെ 20 സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ 26-ന് രണ്ടാം ഘട്ടം നടക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഗതി എന്താ? ഇപ്പം കേരളത്തിലെ 20 സീറ്റുകൾ, ഇവിടെ UDF ഇവിടെ ഇന്ത്യ മുന്നണിയിലെ UDF-ഉം LDF-ഉം പരസ്പരം മത്സരിക്കുന്നു. അത് പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്, പരസ്പരം മത്സരിച്ച് ആര് ജയിച്ചാലും, UDF ജയിച്ചാലും LDF ജയിച്ചാലും 20 സീറ്റിൽ അവർ പപ്പാതി പങ്കിട്ടാലും അല്ലെങ്കിൽ 8 or 10 അങ്ങനെയുള്ള ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കേന്ദ്രത്തിൽ ഏത് മുന്നണിയുടെ MP-മാരായാലും കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി നയിക്കുന്ന CPM ഇടതുപക്ഷം കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ പിന്തുണയ്ക്കേണ്ടി വരും. യാഥാർത്ഥ്യമാണ്, അത് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇവിടെ പരസ്പര പോരാളികൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ ഹിമന്ത ബിശ്വ ശർമ്മ ആരായിരുന്നു? ഒരു 7 കൊല്ലം മുമ്പ് വരെ അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു, കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു. ഇപ്പോഴത്തെ അസം BJPയുടെ അസം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. അദ്ദേഹം അഴിമതി ആരോപണങ്ങൾ വന്നപ്പോൾ അസം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം അവിടെ മന്ത്രിയായിരുന്നു. ED അന്വേഷണം തടയിടാൻ വേണ്ടി അദ്ദേഹം നേരെ BJPയിലേക്ക്
മറുകൊണ്ടം ചാടിയല്ലോ. ചാടി കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അസമിൽ തെരഞ്ഞെടുപ്പ് വന്ന് BJP ഭൂരിപക്ഷം നേടിയപ്പോൾ അദ്ദേഹത്തെ BJP മുഖ്യമന്ത്രിയാക്കി. ഈ ഒരു മെസ്സേജ് മറ്റു പല കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും മുതിർന്ന നേതാക്കൾക്കും BJPയിലേക്ക് ചാടാനുള്ള ഒരു 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 എന്താ പറയുക, ഒരു മോഹം, ഈ ആടിനെ പ്ലാവില കാണിക്കുന്ന പോലെ ഒരു മോഹം. കണ്ടില്ലേ, ഹിമന്ത് ശർമ്മയെ നമ്മൾ മുഖ്യമന്ത്രിയാക്കിയില്ലേ, കോൺഗ്രസ് വിട്ടു വന്നിട്ട് അഴിമതി കേസുകൾ അവസാനിപ്പിച്ചില്ലേ? അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയില്ലേ, ഹിമന്ത ബിശ്വ ശർമ്മയെ? അപ്പൊ നിങ്ങൾ വരൂ, നിങ്ങൾ ആര് വന്നാലും നിങ്ങൾ വന്നില്ലെങ്കിൽ ED കേസ് ഞങ്ങൾ രൂക്ഷമാക്കും, ജയിലിൽ പിടിച്ചിടേണ്ടി വരും. നിങ്ങൾ ഈ വന്നു കഴിഞ്ഞാൽ കേസും വഴക്കും കാണും ഒന്നുമില്ല. അങ്ങനെ SB ചവാനും അജിത് പവാറും മറ്റുള്ളവരും മറിച്ചുള്ളവരും കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം അവിടേക്ക് പോയി. ഇവിടുത്തെ വിഷയം അതല്ല. ഈ ഹിമന്ത് ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇപ്പൊ വരെ കേരളത്തിലെ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളോ ഹൈക്കമാൻഡോ അത് നിഷേധിച്ചിട്ടില്ല. എന്താ ശർമ്മ പറഞ്ഞത്? അത് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് വിട്ടിട്ട് BJPയുമായിട്ട് സഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. അത്തരം പല ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നു. ഞാൻ ആ ചർച്ചകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അസം മുഖ്യമന്ത്രിയാണ് പറയുന്നത്, കോൺഗ്രസ് വിട്ട് BJPയിൽ പോയ മുഖ്യമന്ത്രി പറയുകയാണ്. ആ ചർച്ചകളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പല നേതാക്കൾ ഇങ്ങനെ വിട്ടുവന്നിട്ട് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിലെ പല നേതാക്കളും തയ്യാറാണ്. പെട്ടെന്ന് ഇപ്പം ലോക്സഭ ഇലക്ഷൻ വന്ന ഘട്ടത്തിൽ ആ ചർച്ചകൾ തൽക്കാലം മരവിപ്പിച്ചു വെച്ചിരിക്കുന്നു. ലോക്സഭ ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും സജീവമാക്കുമെന്നാണ് ശർമ്മ പറഞ്ഞിരിക്കുന്നത്. ചെറിയ കാര്യമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണ് ഡൽഹിയിൽ കേരളത്തിൽ നിന്ന് പോയവര്? അത് ശർമ്മയ്ക്ക് അറിയാം, കേരളത്തിൽ നിന്ന് പോയവർക്കും അറിയാം, ഇൻസൈഡേഴ്സിനും അറിയാം. ഊഹിച്ചാൽ നമുക്കും പിടികിട്ടും ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് MM ഹസനും ആക്ടിംഗ് PCC പ്രസിഡന്റ് VD സതീഷിനും പത്രസമ്മേളനം നടത്തുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു. ഈ പറയുന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ വെളിപ്പെടുത്തലിനെ പറ്റി എന്താണ് അഭിപ്രായം? അപ്പം MM ഹസന്റെ മുമ്പിലാണ് മൈക്ക് ഇരിക്കുന്നത്. മൈക്കിൽ എന്തോ പറയാൻ MM ഹസൻ തയ്യാറാകുമ്പോൾ പെട്ടെന്ന് ഹസൻ, പണ്ട് കോട്ടയത്ത് പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ സമയത്ത് സുധാകരനീന്ന് VD സതീശൻ മൈക്കിങ് അടിച്ചു മാറ്റിയതുപോലെ പെട്ടെന്ന് MM ഹസൻ മറുപടി പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും VD സതീശൻ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് മൈക്കിങ് മാറ്റിയിട്ട് ആക്ടിംഗ് പ്രസിഡന്റാണ്, ആക്ടിംഗ് പ്രസിഡന്റിന് താൽക്കാലിക കാലാവധിയേ ഉള്ളൂ, ഇലക്ഷൻ കഴിയുമ്പം നിലവിലുള്ള പ്രസിഡന്റ് K സുധാകരൻ വീണ്ടും പ്രസിഡന്റായിട്ട് വരും, നിങ്ങൾക്ക് അധികാരമൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞ വാക്കുകൾക്കുള്ളിൽ അർത്ഥതാണല്ലോ. താൽക്കാലിക പ്രസിഡന്റാണെന്ന് പറഞ്ഞിട്ട് ഇതിന് പിടിച്ചു വാങ്ങിയിട്ട് ഇതിന് മറുപടി പറയേണ്ടുന്ന ആള് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ ഇത് മാറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ല. ആരൊക്കെയാ പങ്കെടുത്തതെന്നുള്ള ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? മറുപടി പറഞ്ഞില്ല. കടിയൂരിയിട്ടും വാർത്താ സമ്മേളനവും കഴിച്ചിട്ട് രക്ഷപ്പെട്ടു. അപ്പോ ഡൽഹിയിൽ ഹിമന്ത് ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത മീറ്റിംഗില് പങ്കെടുത്തവരാരൊക്കെയാണെന്ന് നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മതി. RSSന് കാവലിൽ നിന്ന ആളാണ്, കാവൽ കൊടുപ്പിച്ച ആളാണ് RSS ശാഖയ്ക്ക്. KPCC പ്രസിഡന്റ് K സുധാകരൻ, നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ, ഇപ്പൊ കണ്ണൂർ മത്സരിക്കുന്നുണ്ട്, അദ്ദേഹം താൽക്കാലികമായിട്ട് പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞു. പിന്നെ BJPയിലേക്ക് ഞാൻ പോകുമോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കും. അത് ശരിയെന്ന് തോന്നിയാൽ ഞാൻ പോകും. അത് തടയാൻ ആരാണ് എന്ന് കുറെ നാൾ മുമ്പ് പറഞ്ഞ ആളാണ് K സുധാകരൻ. പിന്നെ VD സതീശന്റെ ഓരോ പ്രസ്താവനകളും ആർക്കെതിരെയാണ്, ആരോടാണ് മിണ്ടാണ്ടിരിക്കുന്നത്, ആരെയാണ് തൊടാതിരിക്കുന്നത്, ആർക്കെതിരെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്, ഇതൊക്കെ കണ്ടും കേട്ടും നോക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ഏത് മലയാളിക്കും മനസ്സിലാവും ഈ ഹിമന്ത ശർമ്മ പറഞ്ഞ ഡൽഹി ഈ രഹസ്യ യോഗത്തിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയാണെന്ന് വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ MP ജയിപ്പിച്ച ഇപ്പൊ വീണ്ടും മത്സരിക്കുന്ന കോൺഗ്രസിന്റെ 18 UDFന്റെ MPമാരെ, ലീഗിന്റെ ഉൾപ്പെടെ
ഇവരെ വീണ്ടും നമ്മൾ ജയിപ്പിച്ചാൽ ഇവര് നാളെ BJP-യിൽ പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇതാണ് കേരള ജനതയോട് ഇടതുപക്ഷം ചോദിക്കുന്ന ചോദ്യം. ഇതാണ് വോട്ട് ചെയ്യാൻ പോകുന്ന കേരളത്തിലെ ജനതയോട് ഇടതുപക്ഷം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് ഇന്നേ വരെ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ, ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇലക്ഷൻ നടത്താൻ, പോളിംഗ് നടത്താൻ കേരളത്തിൽ. ഇപ്പൊ വരെ കോൺഗ്രസിന്, UDF-ന് ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് അത്രമാത്രം പ്രതിരോധത്തിലേക്ക് കേരളത്തിൽ പോയി കഴിഞ്ഞു. പിന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർക്കുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടും എടുത്തിട്ടില്ല. മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ പോലും ആദ്യം കരടിൽ അത് ചേർത്തെങ്കിലും ഫൈനൽ മാനിഫെസ്റ്റോയിൽ നിന്ന് അത് ഒഴിവാക്കിയ കാര്യം P. ചിദംബരം വെളിപ്പെടുത്തി. കോൺഗ്രസ് നേതാവ് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ഒഴിവാക്കി. ഒരു പ്രധാന വിഷയം സ്ഥലമില്ലെന്നും പറഞ്ഞ് ഒഴിവാക്കുന്നതാണോ 46 പേജുള്ള പ്രകടന പത്രികയിൽ ചെയ്യേണ്ടത്? മറ്റപ്രധാന വിഷയങ്ങൾ മാറ്റിയിട്ട് ഒരു പ്രധാന വിഷയം അതിൻ്റെ മുൻഗണന അടിസ്ഥാനത്തിൽ തന്നെ അതിനത് ചേർക്കണമായിരുന്നു. അത് ചെയ്യാതെ മനഃപൂർവ്വം ഇതിനെ ഒഴിവാക്കിയിട്ട് ന്യായം പറഞ്ഞതൊന്നും ഇവിടെ വില പോയിട്ടില്ല. അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് പ്രതിരോധത്തിലായത് ഈ 2-3 കാര്യങ്ങളിലാണ്. ഒന്ന്, രഹസ്യ യോഗങ്ങൾ കൂടിയത്, പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ BJP സഖ്യമുണ്ടാക്കുക. അത് വെളിപ്പെടുത്തിയത് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇതുവരെ കോൺഗ്രസ് നേതൃത്വം അത് നിഷേധിച്ചിട്ടില്ല. ഹൈക്കമാൻഡ് പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഇലക്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക. കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഹിമന്ത വിശ്വ ശർമ്മ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല, ഒരു കോൺഗ്രസ് നേതാക്കൾ അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഹൈക്കമാൻഡോ KC വേണുഗോപാലോ അല്ലെ കേരളത്തിലെ BJP എതിർക്കുന്ന മുന്നണി എന്ന് പറയുന്ന UDF അല്ലെ അതിന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശനോ ആരെങ്കിലുമൊക്കെ പറയണ്ടേ, നിഷേധിക്കണ്ടേ? ഇത്രയും 11-ാം മണിക്കൂറിലും അത് നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ സത്യമുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ശർമ്മ പറഞ്ഞതിൽ, അസം മുഖ്യമന്ത്രി പറഞ്ഞതിൽ അത് നിഷേധിക്കാൻ എന്താ കഴിയാത്തത്? കോൺഗ്രസ് നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിനും സംസ്ഥാനത്ത് ഉള്ള KPCC-ക്കും എന്താ നിഷേധിക്കാൻ പറ്റാത്തത്? ഇവിടെയാണ് കോൺഗ്രസിന് സംഭവിച്ച അധപ്പതനം, മൂല്യച്യുതി ഇവിടെയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. പിന്നെ ലീഗ് കടുത്ത പ്രതിസന്ധിയിലാണ്. ലീഗ് ഈ ഇലക്ഷനകത്ത് ഇതുവരെയുള്ള പ്രചരണ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് ഫൈനൽ ഡേ ആണ്, ബിഫോർ ദ ഇലക്ഷൻ, ബിഫോർ ദ പോളിംഗ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് പറയുകയാണ്, ലീഗ് പെട്ടുപോയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. വയനാട്ടിൽ ലീഗിന്റെ കൊടി കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിഷയം അത് വിസ്തരിക്കുന്നില്ല, നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പം പച്ചക്കൊടി കാണിച്ചത് പാകിസ്ഥാൻ കൊടിയാക്കി BJP വടക്കേ ഇന്ത്യയിൽ ഉപയോഗിച്ച ഒരു അവസ്ഥ. BJPക്ക് വൻ വിജയം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഘടകം അതായിരുന്നു. രാഹുൽ ഒളിച്ചോടി വന്നിട്ട് വയനാട്ടിൽ മത്സരിച്ചു എന്നുള്ളത്. അതില് ഇത്തവണ അവര് കോൺഗ്രസ് എടുത്ത നിലപാട്, ലീഗിന്റെ പച്ചക്കൊടി കാണിക്കാൻ പാടില്ല വയനാട്ടിൽ, കോൺഗ്രസിന്റെ കൊടിയും കാണിക്കുന്നില്ല. പിന്നെ ചില ലീഗുകാര് പച്ച ബലൂൺ പറത്തി വിട്ടു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു കണ്ണൂര് രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിക്കുന്നു. ഇത് വയനാട്ടിലെ റോഡ് ഷോ, നോമിനേഷൻ കൊടുക്കുന്ന രാഹുലിന്റെ റോഡ് ഷോയിലാണ് ഈ സംഭവം. 2 കണ്ണൂരിൽ പിന്നെ വന്നിട്ട് രാഹുൽ പ്രസംഗിക്കുന്നു. അവിടെ പച്ചക്കൊടി കാണിച്ച ലീഗിന്റെ പ്രവർത്തകരെ അവിടെ നിന്ന് പച്ചക്കൊടി മടക്കി കക്ഷത്തി വെച്ചിട്ട് അവിടെ ഇറക്കി വിട്ടു. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ അരീക്കോട്, മലപ്പുറത്ത് അരീക്കോട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പങ്കെടുത്ത യോഗത്തിന്റെ ഇടയിൽ നിന്നും പച്ചക്കൊടി കാണിച്ചവരെ പുറത്താക്കുന്ന ദൃശ്യങ്ങൾ. 3 കാര്യമാണ്. 4 കൊട്ടിക്കലാശത്തിന് ഇന്നലെ മലപ്പുറത്ത് വൈകിട്ട് സംഭവിച്ചതെന്താണ്? ലീഗുകാരുടെ ആത്മാഭിമാനമുള്ള ലീഗിന്റെ പ്രവർത്തകരെ തിരിച്ചടിച്ചു. കോൺഗ്രസ് കൊടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞു. ലീഗിന്റെ പച്ചക്കൊടി കാണിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. വയനാട്ടിലും കണ്ണൂരിലും അരീക്കോടും സമ്മതിച്ചില്ലല്ലോ. മലപ്പുറത്ത് നിങ്ങളുടെ കോൺഗ്രസിന്റെ കൊടിയും കാണിക്കണ്ട. കോൺഗ്രസിന്റെ കൊടി കാണിക്കാൻ ലീഗ് അനുവദിച്ചില്ല. കുറെ കോൺഗ്രസ്സുകാർ തിരിച്ചുപോയി. കോൺഗ്രസിന്റെ കൊടിയും ത്രിവർണ കൊടിയും കൊണ്ട് വന്നവര് അത് കക്ഷത്തിൽ ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നു. UDF-ലെ പ്രതിസന്ധി ഇലക്ഷന്റെ തലേന്നാൾ വരെ വന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ കുട്ടിക്കലാശത്തിലെ മലപ്പുറത്തെ ദൃശ്യങ്ങൾ നോക്കിയാൽ മതി. അത് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും കാണാൻ പറ്റും. അപ്പോൾ കോൺഗ്രസും ലീഗും
വളരെ പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങിപ്പോയ ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. UDF അതേപോലെ ഡിഫെൻസീവിലായി കഴിയും. BJP വോട്ട് മറിക്കുക, അല്ലെങ്കിൽ BJP UDF വോട്ട് മറിക്കുക, ഇതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പഴയ കോലിബി സഖ്യത്തിൻ്റെ മാതൃകയിൽ കോൺഗ്രസ്, ലീഗ്, BJP. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ചില സീറ്റുകളിൽ ഈ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് CPM-ന്റെ പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്ന CPM, ഇടതുപക്ഷം, LDF പാർലമെന്റിൽ വരണമെന്ന് തീരുമാനിച്ച് ചില പ്രമുഖ ഇടതുപക്ഷ നേതാക്കളെ, CPM നേതാക്കളെ ഉൾപ്പെടെ ഒരു 4-5 സീറ്റുകളിൽ ഇത്തവണ കേരളത്തിൽ മത്സരിപ്പിക്കുന്നുണ്ട്. ആ സീറ്റുകളിൽ ഇവർ ജയിച്ച് ലോക്സഭയിൽ വന്നാൽ നമുക്ക് തലവേദനയാണെന്ന് BJP വിചാരിക്കുന്നു. BJPക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ. അതുകൊണ്ട് ഈ CPM-ന്റെ, ഇടതുപക്ഷത്തിന്റെ ഈ പ്രമുഖ നേതാക്കൾ ജയിക്കാൻ പാടില്ല. അവരെ ഏതറ്റം വരെയും പോയി തോൽപ്പിക്കണം. അപ്പൊ എന്തു വേണം? BJP ജയിക്കില്ല എന്നുറപ്പായതുകൊണ്ട് നമ്മുടെ ചില കേഡർ വോട്ടുകൾ, സുരക്ഷിത നമ്മുടെ വോട്ടുകൾ കുറെ UDF-ന് മറിക്കുക. അത് ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് നാളെ ഇലക്ഷൻ കഴിയട്ടെ, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ അത് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്ട് വെച്ചിട്ട്. പക്ഷെ ഇത്തരം ഒരു രാഷ്ട്രീയ അന്തർധാര UDF-ഉം BJP-യും തമ്മിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മൾക്ക് വ്യക്തമായിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്.